Oh, great. Okay, bye bye. When I was go to forest take wood, then I will meet some foreign countries people, other state people, so I can meet them to talk English. I can learn more English also. I studied in government school Nerimangalam. My birth in this village, this Nerimangalam. I studied in Sarkar school 10th level, then I passed the pre-degree level, then I passed also general nursing and midwifery. എന്നാ ഈ വീഡിയോ ഒക്കെ എടുത്തത് ഇങ്ങനെ നാട്ടിലൊക്കെ വലിയ സംഭവമായി മാറിയോ? Yes, about 20 million people watch. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും ചിരിക്കുന്ന മുഖവുമായിട്ട് ഒരുപാട് ആൾക്കാരെ നമുക്ക് റോഡുമലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവരുടെ പുഞ്ചിരിക്കുന്ന മുഖത്തിൻ്റെ പുറകിൽ ഒരുപാട് വിഷമതകളും അതുപോലെ തന്നെ സങ്കടങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. അത്തരത്തിൽപ്പെട്ട ഒരാളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നെരിയമംഗലം സ്വദേശിയായ സീന എന്ന് പറയുന്ന ആൾ ഒരു ദിവസം കൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു താരമായി മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതിന് കാരണക്കാരായത് ഏതാനും ചില വിദേശികളും അതുപോലെ തന്നെ ഡൽഹിയിലുള്ള ഏതാനും ചില വിസിറ്റേഴ്സും അവരുടെ നാട് സന്ദർശിക്കാൻ വന്ന സമയത്ത് അവർക്ക് കാര്യങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നമ്മുടെ സീനത്തെ എന്ന് പറയുന്ന വീട്ടമ്മ ഇംഗ്ലീഷിൽ തനിക്കറിയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ സ്വദേശി പകർത്തി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലെല്ലാം പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടു. നിമിഷ നേരം കൊണ്ട് ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത് എന്നുള്ളത് തന്നെയാണ് സത്യം. നമ്മുടെ നാട്ടിൽ എല്ലാ കുട്ടികൾക്കും ചുരുങ്ങിയത് ഒരു +2 വിദ്യാഭ്യാസമെങ്കിലും അല്ലെങ്കിൽ ഒരു ഡിഗ്രി വിദ്യാഭ്യാസമെങ്കിലും ഇപ്പോൾ നേടുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 100% സാക്ഷരതയുള്ള സംസ്ഥാനം തന്നെയാണ് കേരളം. പക്ഷേ കേരളത്തിലുള്ള ആൾക്കാർക്കെല്ലാം ചുരുങ്ങിയത് ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പോലും നല്ലവണ്ണം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും സത്യമായ ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് മറച്ചു വെക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതെന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പേടിയാണ്, അല്ലെങ്കിൽ കുറച്ചിലാണ്. കാരണം നമ്മൾ പറയുന്നത് തെറ്റിപ്പോകുമോ, അല്ലെങ്കിൽ അവർ തിരിച്ച് നമ്മളോട് എന്തോ പറഞ്ഞാൽ നമ്മളെങ്ങനെ മറുപടി പറയും എന്നുള്ള ആശയക്കുഴപ്പത്തിൻ്റെ എല്ലാം അവസാനം നമ്മൾ മിണ്ടാതിരിക്കുകയാണ് പതിവ്. പക്ഷേ സീനത്ത് എന്ന് പറയുന്ന ഈ വീട്ടമ്മ സാധാ വീട്ടമ്മയാണ്. കാരണം അവരുടെ ജോലി എന്താണെന്നൊക്കെ ഈ വീഡിയോൻ്റെ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വളരെ പക്വതയോടുകൂടി ഒഴുക്കോടുകൂടി അറിയുന്ന ഇംഗ്ലീഷ് യാതൊരു മടിയും കൂടാതെ പറയുകയാണ് സീനത്ത്. നമുക്ക് സീനത്തിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് സീനത്തിൻ്റെ ആ വാക്കുകളൊന്ന് കേൾക്കാം. I also famous. Already I like to talk English. ഇംഗ്ലീഷ് സംസാരിക്കാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷേ എല്ലാവർക്കും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ മലയാളം പുറത്തുനിന്ന് വന്നാലാണ് നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറക് ശേഖരിച്ചാണോ? പലതരം പണികളുണ്ട്. രാവിലെ 6 മണിയാകുമ്പോൾ തുടങ്ങും ദിനചരി. 2 പോത്തൂട്ടന്മാരുണ്ട്, അവർക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട് രാവിലെ പുല്ല് മുറിക്കണം, വിറകിന് പോകണം, കൊക്കോ പണിയുണ്ട്, പിന്നെ ആക്രി വറക്കാൻ പോവും. പലതരം പണികളുണ്ട് ടിൽ 7 PM. അപ്പോൾ വിദേശികളോട് ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം കൊണ്ട് ഫേമസ് ആയി മാറിയതാണ് സീനത്ത്. പക്ഷേ സീനത്തിൻ്റെ ജീവിതകഥ അത്രമാത്രം സുഖകരമായ ഒന്നൊന്നുമല്ല. പക്ഷേ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തൊഴിലുകൾ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ സീനത്തിനെ കാണുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാനൊരു പ്രവാസിയാണ്. നമ്മൾ ഗൾഫ് ജീവിതം തുടങ്ങിയ കാലത്ത് ആദ്യം നമുക്ക് വർക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് വിദേശികളെല്ലാം വന്ന് അറബികളെല്ലാം വന്നുകൊണ്ട് നമ്മളോട് അറബി സംസാരിക്കും. ആ സമയത്ത് നമുക്ക് അറബി തീരെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാതെ വന്ന സമയത്ത് ഞാൻ തിരിച്ച് അവരോട് മലയാളം സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ അമ്പരന്ന് നിൽക്കും, എന്താണ് ഇവന് പറയുന്നത് എന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം അവർ നമ്മളോട് ഇംഗ്ലീഷ് പറയാൻ തുടങ്ങി. ആ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമായി, കാരണം അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അവർ പറയുന്ന പൊട്ട ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു ധൈര്യം നമുക്ക് കിട്ടുകയാണ്. അങ്ങനെ അവരോട് കുറച്ച് പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇംഗ്ലീഷും അതുപോലെ തന്നെ ഈ അറബിയെല്ലാം പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് സീനത്ത് പറയുന്നുണ്ട്, വ്യാകരണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മിസ്റ്റേക്കുകളും എല്ലാം എൻ്റെ സംസാരത്തിലുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കുകയില്ല. വരുന്ന ആൾക്കാരോട് അത് ഫോറിനേഴ്സ് ആണെന്ന് ആഗ്രഹിക്കുകയാണ് സീനത്ത്. കാരണം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരു ചാൻസ് കിട്ടാൻ കാത്തു നിൽക്കുന്നത് പോലെയാണ് സീനത്തിൻ്റെ വർത്തമാനങ്ങളെല്ലാം നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ ഓൾറെഡി ഫേമസ് ആണ് എന്നാണ് സീനത്താത്ത പറയുന്നത്. അതുപോലെ സീനത്താത്ത എടുക്കാത്ത ഒരു വർക്കുമില്ല എന്നുള്ളതാണ്. രാവിലെ പോത്തുകുട്ടനെ കഴിച്ച് കെട്ടിക്കഴിഞ്ഞാൽ തുടങ്ങുകയാണ് അന്നത്തെ പ്രഭാതം എന്ന് പറയുകയാണ്. അതിനുശേഷം പുല്ലറക്കാൻ വേണ്ടി പോകണം, വിറകെടുക്കാൻ വേണ്ടി പോകണം, ഒരു കൊക്കോ തോട്ടം അവർ ലീസിന് എടുത്തിട്ടുണ്ട്, അത് മുറിക്കാൻ വേണ്ടി പോകണം. പല പരിപാടികളാണ്. അതിനുശേഷം വിറകെടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ വിറക് മുറിച്ച് വിറ്റിട്ടാണ് ഉപജീവന മാർഗം നടത്തിക്കൊണ്ട് പോകുന്നത്. അതിനിടയിലാണ് ഇത്തരം ഇംഗ്ലീഷുകളെല്ലാം വളരെ മേവയക്കത്തോടു കൂടി സംസാരിക്കുന്നത്. ഇതാണ് വീട്ടമ്മ, ഇതായിരിക്കണം വീട്ടമ്മ. നമ്മൾ പറയും എനിക്ക് ഒന്നിനും സമയം കിട്ടില്ല എന്ന് പറയും. രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകിട്ട് 7 മണിയോട് കൂടിയാണ്
സീനത്ത് അവരുടെ ഒരു ദിവസം കഴിച്ചു കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എത്രമാത്രം കഠിനമാണ് അവരുടെ ഒരു ജോലി എന്നുള്ളത്. തീർച്ചയായിട്ടും നേഴ്സിംഗ് എല്ലാം കഴിഞ്ഞ് അതെല്ലാം പഠിച്ച് വിദ്യാഭ്യാസമുള്ള ഒരാളാണ് ഈ സീനത്ത് എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടും. നമുക്ക് സീനത്താത്ത പറയുന്ന ബാക്കി കാര്യം കൂടി കേൾക്കാം. ജനറൽ നഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ട് ആ ജോലിക്ക് പോയായിരുന്നു? നഴ്സിംഗ് പഠിച്ചിട്ട് പോകാത്ത എന്തെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ പോയാൽ 10,000 രൂപ കൂടുതൽ ശമ്പളം കിട്ടില്ല. മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഫാദർ, മദർ, 2 daughters. There is lot of expense, so I just go any other job. 1 year above I spent in Saudi Arabia. Then I came just 2 months before I go Dubai. I like to leave this Kerala. When I die, this Kerala also. ഇവിടെ കഴിയാനാണ് ഇഷ്ടം. ഇവിടുത്തെ ഈ മണ്ണും ഈ കാലാവസ്ഥയും ഇത് വിട്ടു പോകാൻ എനിക്ക് പറ്റില്ല. നാട്ടുകാർ കൈയോടെ വിളിച്ച് പുരസ്കാരം വല്ലതും തന്നു? നാട്ടുകാർ കുറെ പേര് ഇന്ന് വിളിച്ചായിരുന്നു. കമ്മിങ് സൺഡേ ദേ വിൽ ഗീവ് സം മൊമെന്റോ ഫോർ മീ. ഇന്ന് പിന്നെ പെരുന്നാളായതുകൊണ്ട് ലീവ് ആയതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടമായി, അതുകൊണ്ട് യു ജസ്റ്റ് അറ്റൻഡ് ദി ഇന്റർവ്യൂ. വിദേശികളാണ്. നേഴ്സിംഗ് എല്ലാം കഴിഞ്ഞ ഒരാളാണ് ഈ സീനത്ത് എന്ന് പറയുന്ന ഈ സഹോദരി എന്നുള്ളത് വളരെ ഞെട്ടലോടെ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുപോലെ പറയുകയാണ്, നമ്മുടെ നാട്ടിലൊരു നേഴ്സിംഗ് ജോലിയൊക്കെ കിട്ടിയാൽ ഏറിയാൽ ഒരു 10,000 അല്ലെങ്കിൽ ഒരു 50,000 മാത്രമേ സാലറി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഉമ്മയെയും ഉപ്പയെയും 3 സിസ്റ്റേഴ്സിനെയും മക്കളെയും എല്ലാം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ നേഴ്സിങ്ങിന് പോകാത്തത്. അതിനുശേഷം ദുബായിൽ പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ മാസമെല്ലാം. അതിന് മുന്നേ സൗദി 2 മാസം പോയി പണിയെടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് നമ്മുടെ കേരളം വിട്ടുപോകാൻ വേണ്ടി സാധിക്കുകയില്ല. അത്രയ്ക്ക് സ്വന്തം പിറന്ന നാടിനെ അല്ലെങ്കിൽ ആ മണ്ണിനെ സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മുടെ സീനത്താത്ത എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വളരെ അഭിമാനമാണ് നമുക്ക് മലയാളികൾക്കൊക്കെ. തീർച്ചയായിട്ടും ഇത്തരം സഹോദരികളെക്കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് രോമാഞ്ചം കൊള്ളാം, അല്ലെങ്കിൽ നമുക്ക് അഭിമാനിക്കാമെന്ന് ഞാൻ അടിയുറച്ച് പറയുകയാണ്. അത്രയ്ക്കും വലിയ ഒരു കാര്യമാണ് നമ്മുടെ സീനത്താത്തയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു നേഴ്സിങ്ങിന് കിട്ടുന്ന വരുമാനമൊന്നും എൻ്റെ കുടുംബം പോറ്റാൻ മതിയാവുന്നില്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് രാവിലെ വിറകെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അത് മുറിച്ച് കൊണ്ട് വിറ്റതിന് ശേഷം കൊക്കോ മുറിക്കാൻ വേണ്ടി പോകുന്നു. അതിനുശേഷം പുല്ല് മുറിക്കുന്നു, 2 പോത്തുകുട്ടികളെ നോക്കുന്നു. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഈ വീട്ടമ്മ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ഈ വരുമാനം കൊണ്ട് വളരെ സുഖമായിട്ട് എൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നു. വളരെ അഭിമാനത്തോടു കൂടി നമ്മോട് പറയുകയാണ്. നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്കും അതുപോലെ ഇന്നത്തെ സമൂഹത്തിനും ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ മോശമായ ഒരു തൊഴിലായിട്ടാണ് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ആക്രി പെറുക്കാൻ വരെ ഈ സഹോദരി പോകുന്നുണ്ട്. വളരെ അഭിമാനത്തോടു കൂടി ക്യാമറയുടെ മുന്നിൽ വന്ന് പറയുകയാണ്, ഏത് തൊഴിലിനും അതിൻ്റേതായ ഒരു മാന്യത ഉണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ഈ സീനത്ത് എന്ന് പറയുന്ന വീട്ടമ്മ. തീർച്ചയായിട്ടും ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ്, തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തി. തീർച്ചയായിട്ടും നിങ്ങളെ കുട്ടികളെയും അതുപോലെ തന്നെ നിങ്ങളെല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഒന്ന് കാണട്ടെ. കാരണം കേരളത്തിൻ്റെ ഒരു വീട്ടമ്മയുടെ ഒരു പവർ തീർച്ചയായിട്ടും 100% സാക്ഷരത എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിൽപ്പെട്ട ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ തീർച്ചയായിട്ടും ഉയർന്നു വരണം. തീർച്ചയായിട്ടും അത് കണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കെങ്കിലും മറ്റുള്ള നാട്ടിലുള്ള ആൾക്കാരോട് ഇംഗ്ലീഷ് പറയാനും അതുപോലെ സംസാരിക്കാനും ജോലികൾ നേടാനും എല്ലാം സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇത്തരത്തിൽപ്പെട്ട വീഡിയോ തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.